റോജാ, ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM വിമതരായി മത്സരിച്ച 3 പേരാണ് വിജയിച്ചത്. അതും സംസ്ഥാനത്ത് അങ്ങ് അമ്പലപ്പുഴയിലും അതുപോലെ തന്നെ പയ്യന്നൂരും തളിപ്പറമ്പിലും. ഇവരെല്ലാം കൂടെ ഒരു സംഘടിതമായ രൂപം വന്നാൽ അത് CPM വലിയ വെല്ലുവിളിയാവും. CPM ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ 87-ൽ MV രാഘവൻ പാർട്ടി വിട്ടുപോയി. അത് കഴിഞ്ഞ് ഏതാണ്ട് 90കളുടെ തുടക്കത്തിലാണ് ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത്. അപ്പം ഈ രണ്ടുപേരും അന്ന് CPM വെല്ലുവിളിച്ച് പുറത്തുപോയി. അവർ രണ്ടുപേരും ഓരോ പാർട്ടികൾ രൂപീകരിക്കുകയും അവർ പിന്നീട് UDF-മായി ചേർന്ന് അധികാരത്തിൽ വരികയും ഒക്കെ ചെയ്ത ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മൾ കാണുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, അന്നത്തെ CPM EMS ഉണ്ടായിരുന്ന കാലത്ത്, അന്ന് EMS ഉണ്ട്, പാർട്ടി ഒരുമിച്ച് നിർത്താനുള്ള വലിയ ഒരു ധാർമ്മിക ശേഷിയും അതേപോലെ തന്നെ സംഘടനാ ശേഷിയും ഒക്കെയുള്ള ഒരു പാർട്ടിയായിരുന്നു. ദേശീയ തലത്തിലും ഒക്കെ തന്നെ അന്ന് വലിയ തോതിൽ പാർട്ടിക്ക് ഒരു ശക്തി ഉണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ അതല്ല. പിണറായി വിജയന്റെ ഈ ഭരണകാലത്തും ഈ 10 വർഷവും കഴിഞ്ഞ 10-15 വർഷമായിട്ട് തന്നെ പാർട്ടിക്ക് പലതരത്തിലുള്ള പുകച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. അതൊന്നും പലതും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതുള്ളൂ. പാർട്ടി അത് പിണറായി വിജയന്റെ ഒരു ഇരുമ്പ് മുഷ്ടി കൊണ്ട് പലരെയും എതിർ ശബ്ദങ്ങളെ ഒതുക്കുകയും ഒക്കെ ചെയ്തു. പ്രത്യേകിച്ച് VS കൂടെ പോയ ഒരു സാഹചര്യത്തിൽ അങ്ങനെ എതിരാളികൾ ആരുമില്ലാത്ത ഒരവസ്ഥ, അതുപോലെ തന്നെ ഭയപ്പെടുത്തി അണികളെ നിർത്തുന്ന ഒരവസ്ഥ, പിന്നെ ഭരണത്തിന്റെ തണലിൽ ഒരുമാതിരിപ്പെട്ടവരെല്ലാം തിന്നുകൊഴുത്ത് കിടക്കുകയും അങ്ങനെ പലതരത്തിലുള്ള പാർട്ടിയെ പലതരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ പലരും വീർപ്പ് മുട്ടി നിന്ന പലരും പുറത്തു ചാടുകയും അവരെ പാർട്ടിയിലെ ശബ്ദിക്കാൻ ത്രാണിയില്ലാത്ത പലരും രഹസ്യമായിട്ടാണേലും പിന്തുണയ്ക്കുകയും അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മേഖലയിലൊക്കെ കണ്ട ഒരവസ്ഥ എന്ന് പറയുന്നത്. പിണറായി വിജയന് പോലും വിറച്ചാണ് പിണറായി വിജയൻ ഈ തവണ ജയിച്ചത്. അതായത് 50,000-ലധികം വോട്ട് വാങ്ങിച്ച് ജയിച്ച ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി നിരങ്ങിയാണ് പരാജയത്തിന് തുല്യമായ ഒരു വിജയമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് തന്നെ. അപ്പൊ ഇതെല്ലാം പാർട്ടിക്കകത്ത് പലയിടത്തായിട്ട് ഉരുണ്ടുകൂടുന്ന അമർഷം പലതരത്തിലാണ് രൂപം കൊണ്ട് വരുന്നത്. ഇപ്പൊ തന്നെ പാലക്കാട് മേഖലയിൽ PK ശശിയുടെ വെല്ലുവിളി, അതേപോലെ തന്നെ അമ്പലപ്പുഴയിൽ സുധാകരൻ ക്രിയേറ്റ് ചെയ്ത പ്രതീതി, അതേപോലെ തന്നെ CPI-ക്കകത്താണ് പാർട്ടി CPI ആണെന്നുള്ളത് മീനാങ്കൽ കുമാർ എന്ന് പറയുന്ന CPI-യുടെ ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗം പുറത്തു ചാടിയത്. അങ്ങനെ പലയിടത്തും ഇത് പല രൂപത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഈ സമാനതകളില്ലാത്ത ഒരു പ്രത്യേകതയാണ് ഇത്തവണ കണ്ണൂരിലുണ്ടായത്. അതായത് തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം, ജനുവരി 22-ാം തീയതിയാണ് V കുഞ്ഞികൃഷ്ണൻ പരസ്യമായി പുറത്തു വന്ന് ഏഷ്യാനെറ്റിലൂടെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിന്റെ കഥകൾ പറയുകയും പയ്യന്നൂരിലെ നിലവിലുണ്ടായിരുന്ന MLA-യുടെ തട്ടിപ്പുകളൊക്കെ തന്നെ വിളിച്ചു കൂവുകയൊക്കെ ചെയ്ത്. അപ്പം അദ്ദേഹം അന്നേരം തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം അന്നേരം പുറത്തു പറഞ്ഞിരുന്നത് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അതിന്റെ പിറ്റേന്ന് തന്നെ അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു. പിന്നീടാണ് അടുത്ത സംഭവം വന്നത്. ഈ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി ആയിരുന്ന MV ഗോവിന്ദൻ, MLA ആയിരുന്ന MV ഗോവിന്ദൻ ആ സ്ഥാനം മാറി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TK ഗോവിന്ദൻ പുറത്തു ചാടുകയും UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുകയും ചെയ്ത്. അപ്പൊ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് V കുഞ്ഞികൃഷ്ണൻ മത്സരിക്കാൻ ഒരുങ്ങിയ സാഹചര്യത്തിൽ കോൺഗ്രസ് അയാൾക്കൂടെ പിന്തുണ കൊടുത്തു. RSPക്ക് അനുവദിച്ച സീറ്റായിരുന്നു അത്. ആ സീറ്റ് പിന്നെ RSP പിന്തുണ കൊടുക്കുകയും UDF മൊത്തത്തിൽ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും പിന്തുണ കൊടുക്കുകയും ചെയ്തു. ഇവിടെ അമ്പലപ്പുഴയില് G സുധാകരനും PK ശശിക്കും പിന്തുണ കൊടുത്തു. അപ്പോ ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പൊ തന്നെ ഈ രണ്ടുപേരും കണ്ണൂരിൽ ജയിച്ച രണ്ടുപേരും CPM-ന്റെ മുഖത്തടിച്ചുകൊണ്ടാണ് അവര് നിയമസഭയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ച സുധാകരനും. അപ്പൊ ഇനി ഈ വിമതരായി വന്നവരെല്ലാം ഒരു ഏകീകൃത സ്വഭാവത്തിൽ പാർട്ടി രൂപത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് ഒരു സംഘടിതമായ ചർച്ച CPM-ന്റെ പല മേഖലകളിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ അവർക്ക് എതിർ ശബ്ദം പുറപ്പെടുവിച്ചാലും കയറി ചെല്ലാൻ ഒരു താവളമുണ്ടെന്നുള്ള പ്രതീതി ഉണ്ടാക്കുക എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും. MV രാഘവൻ പണ്ട് പാർട്ടി CMP ഉണ്ടാക്കിയ സമയത്ത് ഓടി നടന്ന അയാളെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെരുപ്പുമാല അണിയിക്കുകയും ഒക്കെ ചെയ്ത ഒരു പ്രാകൃത രൂപം അന്ന് പാർട്ടിക്കുണ്ട്. ഇന്നും അത്തരം പ്രാകൃതമായ അല്ലെങ്കിൽ ഹിംസാത്മകമായ ഒരു നിലപാടെടുക്കാൻ CPM-ന് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് സംശയമുണ്ട്. കാരണം CPM വളരെ വളരെ ദുർബലമാണ്. 87-ലെ CPM അല്ല ഇന്ന്. ഇന്ത്യയിൽ ഇപ്പോൾ ഭരണം പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് ഭരണമില്ലാത്ത അവസ്ഥ,
ആകെ കേരളത്തിന്റെ പച്ചയിൽ മാത്രമാണ് ഒരു ദേശീയ പാർട്ടി എന്നുള്ള പരിവേഷത്തിൽ നിൽക്കുന്നത്. അത് 2028 ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ സ്ഥാനത്തിന് പോലും മാറ്റം ഉണ്ടാകുമല്ലോ സംശയമുണ്ട്. DMK-യുടെയും കോൺഗ്രസിന്റെയും പിന്തുണയോടെയാണ് തമിഴ്നാട്ടിൽ നിന്ന് 2 MP-മാരുള്ളത്. പിന്നെ കോൺഗ്രസ് അവരുടെ സീറ്റ് വിട്ടുകൊടുത്തിട്ടാണ് രാജസ്ഥാനിൽ നിന്നൊരു സീറ്റ് ഉള്ളത്. അങ്ങനെ 4 MP-മാരുടെ വച്ചയാണ് അവിടെ ഉള്ളത്. രാജ്യസഭയിലാണെങ്കിൽ ബംഗാളിൽ നിന്ന് ആരും ഇല്ല. കേരളത്തിൽ നിന്നുള്ള 1, 2, 3 MP-മാരുടെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ പുതിയ നിയമസഭ വരുന്ന സാഹചര്യത്തിൽ അതും ഉണ്ടാവത്തില്ല. അപ്പൊ ഇതൊക്കെയാണ് CPM എന്ന് പറയുന്ന ഒരു പാർട്ടി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അതീവ ദുർബലമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ സംഘടനാ രൂപം പ്രാപിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. അതിനകത്ത് ആ സംഘടനാ രൂപം പ്രാപിക്കുന്ന ചില അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ജയിച്ചു വന്ന 3 പേരും ഏതാണ്ട് 70 വയസ്സ് കഴിഞ്ഞ 75, 74, 79 വയസ്സൊക്കെ ആയ നേതാക്കളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പാർട്ടി രൂപീകരിച്ച് CPM-നെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലാത്തൊരു സ്ഥിതിയുണ്ട്. പിന്നെ RMP കാരണം CPM-ൽ നിന്ന് പോയ വിമതരുടെ ഒരു പാർട്ടിയാണ് RMP. ആ പ്ലാറ്റ്ഫോമിലേക്ക് ഇവരൊക്കെ ചെന്ന് കയറുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. കാരണം അവർക്കും അവരുടേതായ ദൗർബല്യങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ പ്രായം അവർക്ക് എല്ലാവർക്കും ഒരു ഘടകമാണ്. ഓടി നടന്ന ഒരു സംസ്ഥാന തലത്തിൽ ഒരു വിമതരെ സംഘടിപ്പിച്ച് ഒരു പാർട്ടി രൂപം കൈവരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഒരുപാട് പണച്ചെലവുണ്ടാവും, ഒരുപാട് സംഘടനാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ തന്നെ ഒത്തിരി പ്രശ്നങ്ങളുള്ള. പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് ഇവർ ഉയർത്തുന്ന ചില ധാർമ്മികമായ പ്രശ്നങ്ങളുണ്ട്. അവർ CPM-നെതിരെ പിന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതെല്ലാം തന്നെ CPM-നെ ബുദ്ധിമുട്ടിലാക്കണം. ഇന്നലെ തന്നെ TK ഗോവിന്ദൻ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ പോയത് തന്നെ ഒരു വലിയൊരു സൂചനയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ TK ഗോവിന്ദനെ ഒരു വർഗവഞ്ചകനായിട്ട് ഞാൻ കാണുന്നില്ല എന്നാണ് വിനോദിനി പറഞ്ഞത്. ഞാൻ കാണുന്നില്ല. കോടിയേരിയുമായി അടുത്ത ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ വീട്ടിൽ വന്ന് കയറുന്നവരോട് എനിക്ക് അവരെ ഒഴിവാക്കാനോ വരണ്ടെന്ന് പറയാനോ കഴിയില്ല എന്ന് പറഞ്ഞു. അത് വലിയൊരു സൂചനയാണ്. അതായത് CPM ഇക്കാലം അത്രയും പാർട്ടി പുറത്താക്കിയവരെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും വർഗവഞ്ചകരും കൂലം കുത്തിയുമായി ഒക്കെ ചാപ്പ കുത്തി അടിച്ചൊഴിവാക്കുന്നതിന് ഒരു ബദൽ സംസ്കാരത്തെക്കുറിച്ചാണ് വിനോദിനി ഇന്നലെ പറഞ്ഞത്. CPM-ന് ഇതൊക്കെ ദഹിക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കാരണം ഇപ്പോഴും അവര് ഒരു ഗോത്ര സംസ്കാരത്തിലാണ് നിൽക്കുന്നത് തന്നെ. അതായത് മനുഷ്യനെ തല്ലിക്കൊല്ലുക, ഒഴിവാക്കുന്നവരെ ഒറ്റപ്പെടുത്തുക. സാമൂഹ്യ ജീവിയായ മനുഷ്യനെയാണ് ഒറ്റപ്പെടുത്തണമെന്നൊരു പാർട്ടി പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള വൃത്തികെട്ട സംസ്കാരത്തിൽ നിന്ന് ഈ പാർട്ടി മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട്. വിനോദിനി എന്ന് പറയുന്നത് ഈ പാർട്ടിയെ ഏതാണ്ട് ഒരു 8 വർഷത്തോളം നയിച്ച CPM-ന്റെ ഏറ്റവും തലയെടുപ്പുള്ള സംസ്ഥാനത്തെ തലയെടുപ്പുള്ള നേതാക്കളിൽ ഒരാളായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയാണ് പറഞ്ഞത്, ഞങ്ങൾ TK ഗോവിന്ദനെ വർഗവഞ്ചകനായി കാണുന്നില്ല, എനിക്ക് എൻ്റെതായ ശരികളുണ്ട്. അവർ പറഞ്ഞതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. CPM പറയുന്നത് ഞാൻ ആരുടെ അടിമയല്ലെന്നും അവർ പറഞ്ഞത്. അപ്പം ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് CPM-നകത്ത് ഈ കാറ്റ് കയറാത്ത പാർട്ടിയിൽ ഇനിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരുപാട് സന്ദേഹങ്ങളുണ്ട്. മാറ്റം ഉണ്ടാക്കിയാൽ അവർക്കുള്ള, കാരണം തെറ്റ് തിരുത്തുക എന്ന് ചർവണം പോലെ പറയുന്നതല്ലാതെ ഒരു തെറ്റും തിരുത്തി കണ്ടിട്ടില്ല. ഇപ്പോഴാണ് പറയുന്നത് അംഗങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടിക്കകത്ത് നിന്ന് ഭയമില്ലാതെ സംസാരിക്കാതെ. ഇക്കാലം അത്രയും ഭയത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് ആരും പറയാതിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയിലെ പല വൃത്തികേടുകളും പാർട്ടി അംഗങ്ങൾ പോലും അറിയാതെ പോയത്. അപ്പം ഭയപ്പെടുത്തി നിർത്തിയത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അവർക്ക് കിട്ടിയ അവസരത്തിൽ അവർ പാർട്ടിയുടെ തലമണ്ട അടിച്ചു പൊട്ടിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വെളിവാക്കുന്നത്. അപ്പോൾ സംഘടിത രൂപം പ്രാപിക്കാൻ വളരെ സാധ്യതകൾ കുറവാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ തന്നെ, ഈ പുറത്തു വന്നിരിക്കുന്ന നേതാക്കന്മാരുടെ പ്രായം, അതിനുവേണ്ടി ഓടി നടന്നൊരു പാർട്ടി രൂപീകരിക്കാനുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെ തന്നെ വലിയൊരു ഘടകങ്ങളാണ്. അവരെല്ലാം സ്വതന്ത്രരായി നിൽക്കുമെന്നാണ് ഈ 4 പേരും, ഈ ജയിച്ചു വന്ന 3 പേരും പറയുന്നത്. ഞങ്ങൾ സ്വതന്ത്രരായി തന്നെ തുടരുമെന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും CPM-ന് ഈ 3 പേരെ നിയമസഭയിൽ കാണുന്ന ഒരു വെല്ലുവിളി തന്നെയായിരിക്കും. കാരണം പാർട്ടിയെ അതിശക്തമായ രീതിയിൽ പാർട്ടിയുടെ കോട്ടയിൽ നിന്ന് വെല്ലുവിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന 3 പേരാണ് നിയമസഭയുടെ ഭരണകക്ഷിയുടെ ബെഞ്ചിൽ ഇരിക്കാൻ പോകുന്നത്. CPM-ന്റെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇവരെ അസൂയയോടുകൂടി കാണാൻ മാത്രമേ കഴിയുകയുള്ളൂ.